ഷെയ്ഖ് സാലിഹ് അൽ ഫൗസാൻ ഹഫിളഹുല്ല, ഇന്നത്തെ സൗദി അറേബ്യയിലെ ഗ്രാൻഡ് മുഫ്തി. ഇതൊക്കെ പറയുമ്പോ ലിസ്റ്റംകാർ പ്രത്യേകം മനസ്സിലാക്കണം, അദ്ദേഹത്തിന്റെ ഉപദേശ നിർദ്ദേശങ്ങൾ അനുസരിച്ചാണ് ഞങ്ങളുടെ സംഘടനാ നയങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്ന് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്നു. അങ്ങനെ നിങ്ങൾക്ക് ബന്ധമുണ്ടെന്നും ഉപദേശക സമിതി ചെയർമാൻ എന്നൊക്കെ പറയുന്നത് പോലെ അങ്ങനെ പറഞ്ഞിട്ടില്ലെങ്കിലും ആ നിലക്ക് നിങ്ങൾ അവകാശപ്പെടുന്ന ഷെയ്ഖ് സാലിഹ് അൽ ഫൗസാൻ, അദ്ദേഹത്തോട് ഒരു ചോദ്യകർത്താവ് ചോദിക്കുന്നത്, ഞാൻ അറബി വായിക്കുന്നില്ല, എന്റെ നാട്ടിൽ, ഞാൻ ഈ നാട്ടുകാരനല്ല, അതായത് സൗദി അറേബ്യക്കാരനല്ല, അപ്പൊ വേറെ നാട്ടിലുള്ള എന്റെ ഒരു വല്യമ്മ മരിച്ചുപോയി. വല്യമ്മ എന്ന് പറഞ്ഞാൽ പടുകിഴവിയാണ്, ജാഹിലത്താണ്, അറിവില്ലാത്ത ജഹലുള്ള പെണ്ണായിരുന്നു. അങ്ങനെ ഔലിയാക്കന്മാർക്ക് വേണ്ടി അറിവ് നടത്തുകയും അവരുടെ പേരിൽ സത്യം ചെയ്യുകയും ചെയ്യുന്ന ഒരു വല്യമ്മയാണ് എന്റെ മരിച്ചുപോയ വല്യമ്മ. ആ വല്യമ്മക്ക് വേണ്ടി ഹജ്ജ് ചെയ്യൽ എനിക്ക് അനുവദനീയമാണോ എന്നാണ് ചോദ്യം. ഈ ചോദ്യം ഫൈസൽ മുസ്ലിയാരോടും ഇസ്തംകാരോടും ആണെങ്കിൽ ആവാം എന്ന് മാത്രമല്ല ആകണം എന്നാണ് നമ്മുടെ മറുപടി എന്ന് പറയും. പക്ഷേ ഷെയ്ഖ് സാലിഹ് അൽ ഫൗസാന്റെ മറുപടി ഇല്ല, പാടില്ല. കണ്ടോ, ഇവിടെ വയസ്സെത്തിയ പെണ്ണാണ്, പഠിക്കാനൊന്നും സാക്ഷരതന്റെ സമയം കഴിഞ്ഞിട്ടുണ്ട്, പിന്നെ നാട്ടിൽ കുറെ മുസ്ലിയാക്കന്മാരുണ്ട്, പിന്നെ ജഹിലുണ്ട്, അതുകൊണ്ട് പ്രാർത്ഥിക്കണം എന്നല്ല ഷെയ്ഖ് ഫൗസാന്റെ മറുപടി. ഇല്ല, പാടില്ല. ആ വല്യമ്മക്ക് വേണ്ടി ഹജ്ജ് ചെയ്യാൻ പാടില്ല. ഹാദിഹി തുആമലു മുആമലത്തൽ മുശ്രിക്കീൻ, മുശ്രിക്കുകളോടുള്ള നിലപാടും നടപടിക്രമങ്ങളും എന്താണോ അതേ നിലപാടാണ് ഈ വല്യമ്മയോട് കാണിക്കേണ്ടത്. ലായിലാഹ് ചൊല്ലിയിട്ടുണ്ട്, നിസ്കരിക്കുന്നുണ്ട്, നോമ്പൊൽക്കുന്നുണ്ട്, ഹജ്ജിന് പോയിട്ടില്ല പറ്റാത്തത് കൊണ്ട്. അപ്പൊ ഫൈസൽ മുസ്ലിയാർ എന്താ പറയാ, ആകണം. ഇവിടെ ഷെയ്ഖ് പറയുന്നത് മുശ്രിക്കുകളുടെ നിലപാടാണ് ഈ വല്യമ്മയോട് സ്വീകരിക്കേണ്ടത്. കാരണം എന്താ, മുശ്രിഖ് എന്ന കൂട്ടത്തിൽ മെമ്പറായതുകൊണ്ടല്ല, ലിഅന്നഹ മാതത് അല ശിർക്കി. കണ്ടോ, ഷിർക്കിൽ മരിച്ചുപോയി എന്നതുകൊണ്ട്. എന്നിട്ട് പിന്നെ അവസാനം വീണ്ടും പറയുന്നു, അവർക്ക് വേണ്ടി ഹജ്ജ് ചെയ്യാനോ വലാ യുസ്തഗ്ഫറു ലഹാ, അവൾക്ക് വേണ്ടി പൊറുക്കലിനെ തേടാനോ പാടില്ല എന്ന് വളരെ വ്യക്തമായി ഈ മറുപടിയിൽ അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. എന്റെ ഉമ്മ മരണപ്പെടുന്ന സമയത്ത് ഷിർക്ക് ചെയ്തുകൊണ്ടാണ് മരണപ്പെടുന്നത്. അതായത് ഷിർക്കൻ വിശ്വാസങ്ങൾ ഉണ്ടായിരുന്നു, പക്ഷേ ഇതൊക്കെ ഷിർക്കാണ് എന്ന ഒരു അടിസ്ഥാന വിവരം മഹദിക്കില്ലായിരുന്നു, അവർക്കില്ലായിരുന്നു. അങ്ങനെയാണെങ്കിൽ ആ ഉമ്മാക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റുമോ എന്നാണ് സഹോദരന്റെ ചോദ്യം. തീർച്ചയായും പ്രാർത്ഥിക്കാൻ പറ്റുമെന്ന് മാത്രമല്ല, പ്രാർത്ഥിക്കണം എന്നതാണ് മറുപടി. കാരണം പ്രത്യക്ഷത്തിൽ മുസ്ലിമായി ജീവിച്ചു, മുസ്ലിമായി തന്നെ ഇവിടെ നിലകൊണ്ടു, മുസ്ലിമായി തന്നെ മരിക്കുകയും ചെയ്തു. അവരുടെ ജീവിതത്തിൽ വിശ്വാസരംഗത്തോ കർമ്മരംഗത്തോ ചില അബദ്ധങ്ങൾ വന്നിട്ടുണ്ടാവാം. അത് പല കാരണങ്ങളാൽ, അറിവില്ലായ്മ കൊണ്ട്, മറ്റാരെങ്കിലും പറഞ്ഞു പറ്റിച്ചത് കൊണ്ട്, ഇതാണ് ശരിയെന്ന് ആരോ പറഞ്ഞു കൊടുത്തപ്പോൾ ദുർബലന്മാരായ സാധുക്കളായ ആളുകൾ അത് വിശ്വസിച്ച് അവരെ പിന്നാലെ കൂടി ശിർക്ക് ചെയ്ത ആളുകൾ ഉണ്ടാവാം, വിദഅത്ത് ചെയ്ത ആളുകൾ ഉണ്ടാവാം. അവരൊക്കെ പ്രത്യക്ഷത്തിൽ ഇസ്ലാമിനെ സ്വീകരിക്കുകയും ഖുർആൻ അംഗീകരിക്കുകയും അള്ളാഹുവിനെ അംഗീകരിക്കുകയും നബി അംഗീകരിക്കുകയും ഒക്കെ ചെയ്ത് 5 നേരം നിസ്കരിച്ച് നോമ്പെടുത്ത് ദീനിയായ അടിസ്ഥാന കാര്യങ്ങളെല്ലാം അംഗീകരിച്ച് മുസ്ലിമീങ്ങളായി ജീവിച്ചു മരിച്ചവർ തന്നെയാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് സംഭവിച്ച അബദ്ധങ്ങൾ, തെറ്റുകൾ, അതിൽ ഹറാമുകൾ ഉണ്ടാകാം, വൻപാപങ്ങൾ ഉണ്ടാവാം, ഷിർക്ക് വരെ ഉണ്ടായേക്കാം. അത് അവർ തൗബ ചെയ്ത് മരിച്ചുപോയെങ്കിൽ നല്ല കാര്യം, ഇല്ലെങ്കിലും അവർക്ക് വേണ്ടി നമുക്ക് പൊറുക്കലിനെ തേടാം.